രവിയും രമ്യയും സന്തോഷപൂർവ്വം ഇത്രയും നാളും കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ രവി ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. രവി രമ്യയുടെ പ്രസവ സമയത്ത് ലീവ് എടുത്തതാണ്, ലോങ് ലീവ്. ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജോലി തന്നെ നഷ്ടപ്പെടും. ജോലി കൂടി ഇല്ലാതായാൽ തങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. അവൻ മനസ്സിൽ വിചാരിച്ചു. എങ്ങനെയും ജോലിക്ക് തിരികെ കയറണം. രമ്യയോട് അവൻ ഈ കാര്യം ആലോചിച്ചു. രമ്യ പറഞ്ഞു, ഏട്ടൻ പൊക്കോളൂ, ഇനി ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ രവി ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, സാർ ഞാൻ നാളെ തൊട്ട് ജോലിക്ക് വരികയാണ്. അങ്ങനെ ജോലിക്ക് ചെല്ലാൻ ഓഫീസിലെ മുതലാളി പറഞ്ഞു. പിറ്റേന്ന് മുതൽ ജോലിക്ക് പോകണം. തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ രാവിലെ രവി ജോലിക്കായി പോയി. പിന്നീട് അവളുടെ കഷ്ടപ്പാടായിരുന്നു. കാരണം ഇത്രയും നാൾ രവി ഉള്ളപ്പോൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ രവി പോയപ്പോൾ ഒരു സഹായത്തിന് പോലും ആരും ഇല്ലാത്ത അവസ്ഥ. അമ്മാവിയമ്മ ഉണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യില്ല. ഒരു സഹായത്തിന് അവർ ഒന്ന് വരിക പോലും ചെയ്യില്ല. കുഞ്ഞിൻ്റെ തുണി കഴുകണം, കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിനുള്ള ആഹാരം, കുറുക്ക് കാര്യങ്ങൾ തയ്യാറാക്കണം, പിന്നെ പോരാത്തതിന് വീട്ടിലെ ജോലിയും ചെയ്യണം. കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അവൾ ഹാളിൽ തൊട്ടി കൊണ്ടുവച്ചിട്ട് മോനെ അതിൽ കിടത്തി. അതിന് ശേഷം അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായാലും TV കാണുകയല്ലേ, മോനെ കൂടി ഒന്ന് നോക്കിക്കോണേ, ഞാൻ കുറച്ച് തുണി കഴുകിയിട്ട് വരട്ടെ, ഒരുപാട് തുണി കിടക്കുന്നു, ഇപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ നടക്കില്ല. അവർ ഒന്നും മിണ്ടിയില്ല. അവൾ തുണി കഴുകാനായി വെളിയിലേക്ക് പോയി. കുറച്ച് തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവൾ വിചാരിച്ചു, അമ്മ അവിടെ ഉണ്ടല്ലോ, അവർ നോക്കുമായിരിക്കും. അവൾ വീണ്ടും തുണി കഴുകൽ തുടർന്നു. വീണ്ടും കരച്ചിൽ ഉച്ചത്തിലായി. അവൾ ഓടി വന്നപ്പോൾ അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞവിടെ കിടന്ന് കരയുന്നു. അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൾക്ക് നല്ല ദേഷ്യം വന്നു. അമ്മ എന്തൊരു പണിയായി കാണിക്കുന്നത്? അമ്മയുടെ മോൻ്റെ കുഞ്ഞു തന്നെയല്ലേ? ഈ കുഞ്ഞ് കരഞ്ഞിട്ട് അമ്മ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്നോടൊന്ന് പറയാനുള്ള മര്യാദ എങ്കിലും കാണിക്കണ്ടേ? അവൾ ചാടിത്തുള്ളി അവരോട് സംസാരിച്ചു. അവർക്ക് ആ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നീ എനിക്ക് ചിലവിൽ തന്നിരുത്തിയിരിക്കുന്നു, നിന്റെ കൊച്ചിനെയും ഭർത്താവിനെയൊക്കെ നോക്കാൻ. എനിക്ക് മനസ്സില്ലായിരുന്നപ്പോൾ നോക്കാൻ. നിനക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കടി, അല്ലെങ്കിൽ നീ തുണി കഴിവുന്നിടത്ത് കൊണ്ടുവന്ന് കിടത്ത്. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ, അവർ പറഞ്ഞു. അവൾക്ക് നല്ല ദേഷ്യം വന്നു. അതിൽ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ രവിയേട്ടനെ ഓർത്ത് ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അവൾ കുഞ്ഞിനെ അവരുടെ റൂമിൽ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. അടുത്ത് ഒരു തലങ്ങിണിയും വെച്ചു. അതിനുശേഷം കുഞ്ഞിനെ തട്ടി ഉറക്കി. അതിനുശേഷം കൊതുക് വലയൊക്കെ ഇട്ട് അവൾ തുണി കഴുകാനായി പോയി. ബാക്കിയിരുന്ന തുണിയെല്ലാം കഴുകി വിരിച്ച് അപ്പോഴേക്കും അവളുടെ ദേഹം മൊത്തം വെള്ളമായി. പിന്നെ അവൾ പോയി മേല് കഴുകി കുറച്ചു നേരം കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് അവളുടെ കണ്ണം നടന്നു പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് അവൾ ഞെട്ടി എണീറ്റു. ഫോണിനകത്ത് എന്തോ മെസ്സേജിൻ്റെയോ ട്യൂണാണെന്ന് തോന്നുന്നു. അവൾ ഫോണെടുത്ത് തോണ്ടി. കൂടെ പഠിച്ച കൂട്ടുകാരികളാണ് വിശേഷം ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. മെസ്സേജ് കാണാത്തതുകൊണ്ട് ഇവളുമാർ മിസ് കോൾ അടിച്ച് അതിൻ്റെ സൗണ്ട് കേട്ടാണ് താൻ ഉണർന്നത്. ഫോൺ അവിടെ വെച്ചതിന് ശേഷമാണ് രമ്യ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ അവൾ അടുക്കളയിൽ പോയി ചോറും കറിയൊക്കെ ഇട്ടു. 1-2 കറിയും ചോറും ഉണ്ടായിരുന്നു. ചോറും എടുത്ത് അവൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നതും അമ്മായി അമ്മയുടെ വക വർത്താനം. എന്തൊരു ഭാഗ്യം, അടുക്കളയിൽ കയറി വേവിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ഒരു കൊച്ചിൻ്റെ പേരും പറഞ്ഞങ്ങ് റെസ്റ്റ് എടുക്കുക, ഒരു ജോലിയും ചെയ്യണ്ടല്ലോ, കൊച്ചിനെ നോക്കുന്നെന്ന് പറഞ്ഞങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഞങ്ങളുമൊക്കെ പ്രസവിച്ചതാണ്, നമ്മൾക്കൊക്കെ ഇങ്ങനൊരു സുഖം കിട്ടിയിട്ടില്ല. നമ്മൾ കൊച്ചിനെയും നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അവിടെയൊക്കെ ഓരോരുത്തരുടെ യോഗം, അതിന് പറ്റിയൊരു ഭർത്താവിനെയും കൂടെ അവൾക്ക് കിട്ടി. അത് കേട്ടത് അവൾക്ക് ചോറ് കഴിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായി. അവൾ ചോറ് കഴിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ളതാണ് നേരത്തെ ഇങ്ങനത്തുള്ള സംസാരം. അവളത് മൈൻഡ് ചെയ്തില്ല. വീണ്ടും കുത്തുവാക്ക് പറയാൻ തുടങ്ങിയതോ അവൾ പറഞ്ഞു, അമ്മയ്ക്കിപ്പോൾ എന്താ വേണം? ഞാനിവിടുന്ന് ആഹാരം കഴിക്കുന്നതാണോ പ്രശ്നം, അതോ അമ്മ ചോറും കറിയും വയ്ക്കുന്നതാണോ പ്രശ്നം? ഈ ജോലിക്കിടയിലും കൊച്ചിനെ നോക്കുന്ന ഇടയ്ക്കുമൊക്കെ ഞാൻ വന്ന് സഹായിക്കാറില്ലേ അടുക്കളയിൽ? അപ്പോൾ എനിക്ക് എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? എനിക്ക് കൊച്ചിനെ നോക്കണ്ടേ? പിന്നെ അമ്മ കൂടുതൽ സംസാരിക്കേണ്ട കാര്യം എന്തുവാ? ഞാൻ സംസാരിക്കും, ഇത് എൻ്റെ വീടാണ്, എനിക്ക് സംസാരിക്കണം. നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കും, എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അവർ ദേഷ്യപ്പെട്ടു അവളോട്. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ആഹാരം കഴിച്ചിട്ട് കിച്ചണിലേക്ക് ചെന്നു. 1 കിൻഡൽ പാത്രം കഴുകാൻ ഇട്ടേക്കുന്നു. അവൾ അത് മൈൻഡ് പോലും ചെയ്തില്ല. അവൾ കഴിച്ച പാത്രം മാത്രം എടുത്ത് കഴുകി. അത് അവൾക്ക് ഇട്ടിരുന്നതാണ്. അവൾക്ക് വീട്ടുജോലി വലുതായിട്ടില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ചെയ്യട്ടെന്നും പറഞ്ഞവർ മനഃപൂർവ്വം ഇട്ടതാണ്. അവൾ കഴിച്ച പാത്രം മാത്രം അവൾ കഴുകി വെച്ചിട്ട് വീണ്ടും റൂമിലേക്ക് വന്ന് കൊച്ചിൻ്റെ അടുത്ത് കുറച്ച് നേരം കൂടി കിടന്നപ്പോഴാണ് അവൾ ആലോചിച്ചത്, ഇവർക്ക് ആഹാരം എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കാണുന്നത് ഒരുമാതിരി ശത്രുവിനെ കാണുന്ന കണക്കാണ്. ഇവരെന്ത് തരം സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് അവളിങ്ങനെ ആലോചിച്ചു.
പക്ഷേ ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്കതൊന്നും ഒരു മൈൻഡേ അല്ല. ഇപ്പോൾ അവൾ കൂടെ ഇടയ്ക്കൊക്കെ ഡോസ് കൊടുക്കാറുമുണ്ട് ആവശ്യമില്ലാത്ത സംസാരിക്കുന്നതിന്. ഉടനെ തന്നെ അവൾ റൂമിലേക്ക് പോയ സമയത്ത് അവരെ മോളെ വിളിച്ചു. മരുമോളെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അവൾ എന്തുവാ ഒരു കൊച്ചിനെ നോക്കുന്നതും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുവാണ്, ഒരു ജോലിയും ചെയ്യത്തുമില്ല, ഫുൾ ടൈം അങ്ങ് റെസ്റ്റ്. ഈ കാണുന്ന ജോലി മൊത്തവും ഞാൻ ചെയ്യണം, എനിക്കാണെങ്കിൽ വയ്യ, നടുവേദന, മുതുകുവേദന, കൈവേദന, കാലുവേദന, ഇതെല്ലാം ഇട്ടിട്ട് ഈ ജോലി മൊത്തവും ഞാൻ കിടന്ന് ചെയ്യണം, ഒരു സഹായത്തിന് പോലും അവൾ വരത്തില്ല. എന്നിട്ടിപ്പോൾ അവളെ കൊച്ചിനെ നോക്കാത്തതിന് അവൾ കുറേ ചാടിയിട്ടാണ് പോയേക്കുന്നത്. നീ 2 ദിവസം ഒന്ന് വന്ന് നിൽക്ക്, നമുക്ക് ഇവളെ ഒരു മര്യാദ പഠിപ്പിക്കണം, അവർ രജനിയോട് പറഞ്ഞു. അവരുടെ മകളാണ്. അങ്ങനെ മോളെ ഏറ്റു. അടുത്ത ആഴ്ച ഞാൻ വരാം, അമ്മ ധൈര്യമായിട്ടിരി. ഇനി അവളുടെ നാത്തൂൻ്റെ വക എന്താണോ എന്തോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡുമായി വീണ്ടും കാണാം.